ചാലിച്ച ചന്ദനത്തിൽ ചന്ദനേറും ചേലല്ലേ പൊന്നേ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് നമുക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മുടെ പിള്ളേരെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇവിടെ വന്ന് ഞാൻ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ഗൈസ്. എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് കലാകാരന്മാരുടെ കുടുംബമാണോ ഇത്? എല്ലാവരും പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു. എന്താണിത്? ഇറങ്ങി വന്നപ്പോഴാ ഒരു ഹെവനിലെത്തിയ പോലെ ഉണ്ട്. നോക്ക്, ഇത് ഞങ്ങളുടെ ഗിഫ്റ്റ് അല്ല, ഞങ്ങൾക്കുള്ള ഗിഫ്റ്റ് അല്ല, അമ്മയ്ക്കുള്ള ഗിഫ്റ്റാ. അപ്പൊ ഗൈസ്, നമ്മുടെ അപ്പുവിന്റെ വീട്ടിലെ റിസപ്ഷൻ ഡേ ആയിരുന്നു ഇന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാന് വന്നപ്പോ ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഉറക്കം തോന്നിയ സത്യത്തിൽ വന്നേ ഇതൊക്കെ ഞാൻ കണ്ടു. പക്ഷെ ഇത് വൈറ്റ് ലൈറ്റ് ആണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം വൈറ്റ് ലൈറ്റ്. എനിക്കൊരു വൈറ്റ് ബ്ലൂ അതിനേക്കാളൊക്കെ വേറൊരു കാര്യം ഞാൻ കാണിക്കാൻ മറന്നു. കാണിച്ചു തരാം. എനിക്ക് വൈറ്റ് റോസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വൈറ്റ് റോസിന്റെ ഒരു തോട്ടം കൊണ്ട് തന്നാ എനിക്ക് അത് മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് റോസ് എന്ന് പറയുന്നത്. അപ്പൊ അവൻ നമ്മുടെ കല്യാണത്തിന് വന്ന വണ്ടിയില് ഫുള്ള് വൈറ്റ് റോസിന്റെ ബൊക്കെയാ സെറ്റ് ചെയ്തേക്കണം. നോക്ക്, ഇതെല്ലാം ഞാനിങ്ങനെ എടുക്കും കേട്ടോ. ഇതെനിക്ക് സൂക്ഷിച്ചു വെക്കാനുള്ളതാ. നോക്ക്, എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് വൈറ്റ് റോസ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാ. അയ്യോ, ഞാൻ നമ്മുടെ വീട്ടില് പഴയ വീട്ടിലും ഒക്കെ ഇപ്പൊ വെച്ച വീട്ടിലാണെങ്കിലും എല്ലായിടത്തും ഞാൻ വൈറ്റ് റോസിന്റെ കുറെ ചെടികൾ വാങ്ങിച്ചു വയ്ക്കും. പിന്നെ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ അതങ്ങ് പോകണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഓരോ പൂവുള്ളെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഗൈസ്. പിന്നെ അന്നേരം എനിക്കൊന്നും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു. കാരണം കല്യാണത്തിന്റെ തലേന്ന് എനിക്ക് തോന്നുന്നു ഞാനും നമ്മുടെ ശരവണ്ണും ശ്രീകുട്ടനും ഒക്കെ എത്ര അരമണിക്കൂറോ 1 മണിക്കൂറോ എന്തോ മാക്സിമം ഉറങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ക്ഷീണം ഇങ്ങനെ നല്ലതായിട്ട് നിപ്പുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ വന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോ കുറച്ച് ഓക്കെ ആയി. അപ്പൊ ഇറങ്ങി വന്നപ്പോഴാ ഒരു ഹെവനിലെത്തിയ പോലെ ഉണ്ട്. നോക്ക്, കാണിച്ചു തരാന്നോ നീ? നോക്ക്, വീട് നോക്ക്, നല്ല ഭംഗിയില്ലേ? നീ ഹാപ്പി അല്ലേ? പിന്നല്ലാണ്ട്. നോക്ക്, ആ വരണ വെയിൽ ആ ഒരു ബ്ലൂ ലൈറ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ? നമ്മളൊരു വാം ലൈറ്റ് ആണെങ്കിൽ ഇവിടെ ഒരു വൈറ്റിഷ് ബ്ലൂയിഷ് ഒരു ഷെയ്ഡൊക്കെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്. താങ്ക്സ്. ഇവൻ മഷാല് അവന്റെ ഇഷ്ടത്തിനല്ല, എനിക്ക് എന്താണ് ഇഷ്ടം അതേപോലെയല്ല ചെയ്യുന്നത്. വൈറ്റ് റോസ് എനിക്ക് ഇഷ്ടമാണ് വിചാരിച്ചതോ അവിടെ വൈറ്റ് റോസ് ഇഷ്ടം. ലവ് ഷേപ്പ് അവന്. ആണോ? ഇനി ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കും. ഇത് ഞാനൊക്കെ എനിക്ക് തരണേ. എനിക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളതാ. അയ്യോ, കൊള്ളാടാ. എനിക്ക് ഒരു സെക്കൻഡ് സമയം എന്താ? അപ്പൊ നമ്മൾ എന്തായാലും പൊരിക്കാനുള്ള പരിപാടിയാണ്. എന്ത് അല്ലേ? തൃശ്ശൂർ ഭാഷയിലൊക്കെ പറഞ്ഞേ. അത് ഇടയ്ക്കേ വരത്തുള്ളൂ. പൊരിക്കാറാ. അത് പിന്നെ ഞാൻ അപ്പൊ നമ്മളിന്ന് പൊരിക്കാൻ പോവാ. ഞാനേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എല്ലാവരും പറഞ്ഞു ഓണാട്ടുകാരക്കാരി തൃശ്ശൂരിന്റെ അടിയാവാൻ പോണെന്നൊക്കെ. നല്ല പപ്പേ കേക്ക് വേണ്ടോ? അയ്യോ, അവിടെ ഒരു വാവ. ഞാൻ ആ വാവയ്ക്ക് കൊടുത്തപ്പോ 2 വാവമാരുണ്ടായിരുന്നു. എന്തോ ഗിഫ്റ്റ് ഒന്ന് തന്നതാ. ചേച്ചി താങ്ക് യു. നിങ്ങൾ പൊട്ടിച്ചോട്ടോ. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാരും മറ്റേ വൈറ്റ് ആയിരുന്നു തന്നോണ്ടിരുന്നത്, വെറൈറ്റി ആയിട്ടുണ്ട്. പൊട്ടിച്ചു നോക്കിയാലോ നമുക്ക്? എന്താന്നറിയില്ല, കാണുന്ന ഗിഫ്റ്റില്ല പൊട്ടിക്കാൻ തോന്നുക. ഇത് ഞങ്ങൾക്കുള്ള അമ്മയ്ക്ക്. അമ്മേ
ഇത് ഞങ്ങളുടെ ഗിഫ്റ്റ് അല്ല, ഞങ്ങൾക്കുള്ള ഗിഫ്റ്റ് അല്ല, അമ്മയ്ക്കുള്ള ഗിഫ്റ്റാ. ഒരു ഗുരുവായൂരപ്പനെ കിട്ടി. ചാലിച്ച ചന്ദനത്തിൽ ചന്ദനേറും ചേലല്ലേ പൊന്നേ കരിമഷി കണ്ണഴകി നിന്നെ കണ്ടാൽ വാരിപ്പുണരുമെടി. ചാലിച്ച ചന്ദനത്തിൽ ചന്ദമേറും ചേലല്ലേ പൊന്നേ കരിമഷി കണ്ണഴകി നിന്നെ കണ്ടാൽ വാരിപ്പുണരുമെടി. പട്ടുചേല എടുത്തു കെട്ടി കണ്ണാടി നോക്കി നിന്നാലേ അഴകൊത്ത പെണ്ണൊരുത്തി നിന്നെ കണ്ടാൽ ആരൊന്നു നോക്കിപ്പോവും. പട്ടുചേല എടുത്തു കെട്ടി കണ്ണാടി നോക്കി നിന്നാലേ അഴകൊത്ത പെണ്ണൊരുത്തി നിന്നെ കണ്ടാൽ ആരൊന്നു നോക്കിപ്പോവും. മുല്ലപ്പൂ ചൂടി വരും കാർക്കുന്തൽ കണ്ടാലേ എന്തൊരഴകാഴേ നിൻ ചന്തമേറുമഴകേ. മുല്ലപ്പൂ ചൂടി വരും നിൻ കാർക്കുന്തൽ കണ്ടാലേ എന്തൊരഴകാഴേ നിൻ ചന്തമേറുമഴകേ. ഈരൻമുടി കോതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമര ചൂട്ടിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂത്തിരകൾ ലാവല്ലോ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ ആരിതിൽ നാം നദി കയ്യിലിട്ട പെണ്ണഴകേ എത്തുകയാണ് നീ മിന്നൽ വര. കയ്യിലിട്ട പെണ്ണഴകേ എത്തുകില്ല മറിവിലാണ് നീ. നമ്മുടെ പിള്ളേരെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇവിടെ വന്ന് ഞാൻ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഫുള്ള് കലാകാരന്മാരുടെ കുടുംബമാണോ ഇത്? എല്ലാരും പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു, എന്താണ് നമ്മുടെ പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? പൊളിയാടാ. ആ ഇത് നമ്മുടെ ഒരു ഡാൻസ്. അയ്യോ Hey guys, അപ്പോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു അല്ലേടാ? നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലെ, ഇത്രയും വൈബാകുന്നു. കഴിഞ്ഞിട്ടില്ല അതല്ലേ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ ശരിക്കും ഞെട്ടി കേട്ടോ. എന്ന് വെച്ചാ എല്ലാവരും ഭയങ്കര ഈ കലാകാരന്മാര് പാട്ട് പാടുന്നു എല്ലാം. പിന്നെ നീ പരിചയപ്പെടുത്തിയ ആള് എന്താ ചെയ്യണേ? ആർട്ട് വർക്ക് ഇരിക്കണു. ബോഡി ബിൽഡർ, മോഡൽ, ഇൻഫ്ലുവൻസർ, വ്ലോഗർ, നിങ്ങൾക്ക് അറിയാമോ? ഇൻസ്പിറേഷൻ ആണ് ചേച്ചി. ഇൻസ്പിറേഷൻ ഇപ്പൊ ഇന്ന് തൊട്ട് എന്താ പറയാ ലീഗലി നിനക്ക് 2 ഐസ്ക്രീം പിടിച്ചിരുന്ന നാളെ ബിരിയാണി ചെമ്പ് ബിരിയാണി എല്ലാം ചോദിച്ചു. ആർക്കും കൊടുക്കണ്ട. അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹരിക്കുട്ടൻ, അവന് ഹരിക്കുട്ടനും നിതിനും അവര് രണ്ടുപേരും നമ്മുടെ ശബ്ദ പരീക്ഷ. എടാ ആ ലൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ അത് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ്. അതിന്റെ ചാപ്പിനോട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്നുവെച്ചാലേ ഒരു എന്താണ് പറയാ, ഒരു ലൈറ്റ് ആണെങ്കിലും ഇത് ഒരു മൂന്നിന്റെ ഉള്ളില് ഞങ്ങള് രണ്ടുപേരും അല്ലേ?
അപ്പൊ ഗൈസ് ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. നിനക്ക് എന്താ തോന്നുന്നേ? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത പകല് എനിക്ക് പകൽ മുഴുവൻ എനിക്ക് കുറച്ച് കല്യാണമായിരുന്നെങ്കിൽ പോലും എനിക്ക് ഇച്ചിരി ഉറക്കക്ഷീണം കാരണം കുറേ ബുദ്ധിമുട്ടി. ഞാൻ ഇപ്പോഴേ പറയാണ്, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ലതായിട്ട് ഉറങ്ങിയിട്ട് കല്യാണത്തിന് പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഡേ മൊത്തം നമ്മൾ ഒരുമാതിരി ആയിരിക്കും നിൽക്കണം. എനിക്ക് പിന്നെ അവരൊക്കെ പോയി ഉപ്പ് സോഡയൊക്കെ വാങ്ങിച്ചു തന്നിട്ടാണ് ഞാനൊന്ന് ഓക്കെ ആയി വന്നത്. ഇന്നലെ മെമ്മറബിൾ ഡേ ആണ്. അപ്പോൾ നല്ല റെസ്റ്റ് എടുത്തിട്ട് മാത്രം പോയി കല്യാണം കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അയ്യോ പണി പാളും ഗൈസ്. പക്ഷെ അന്നേരം അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും രാത്രിയിൽ ഇവിടുത്തെ റിസപ്ഷന് പൊളിച്ചടുക്കി. സൂപ്പറായിരുന്നു. തൃശ്ശൂർ ഭാഷയിൽ പറ. അതെനിക്ക് അങ്ങനെ വരത്തില്ല, അതെനിക്കങ്ങനെ വരത്തില്ല. നമ്മളൊക്കെ പൊരിച്ചു. നമ്മളൊക്കെ പൊരിച്ചു. ഞങ്ങൾ ഓണാട്ടുകാരക്കാരാ. നീ പോണാ? ഞാൻ തൃശ്ശൂരാണെങ്കിലും ഞാനും അല്ലേ. അഭിച്ചേട്ടൻ പറ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. നോക്ക് ചെയ്തിരുന്നത് നമ്മുടെ അഭിഷേകനാണ്. ഇപ്പം കണ്ടോ, ഇവിടെ വെട്ടം കുറവായതുകൊണ്ട് അഭിഷേകൻ ഇങ്ങനെ മിന്നി അതെ ഇങ്ങനെ പിടിച്ച് ഞങ്ങൾ വെട്ടം തന്നോണ്ടിരിക്കും. നല്ല അടിപൊളി ഒരു ഫോട്ടോ എടുത്തത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതാണ് നമ്മുടെ ഈ വീടിന്റെ തന്നെയില്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡേ, പക്ഷെ നമ്മൾ ഡ്രീം ചെയ്തൊരു ഡേ ആയിരുന്നു ഇന്ന്. ഭയങ്കര ഹാപ്പിയാണ് അല്ലേടാ? മറക്കാൻ പറ്റത്തില്ല. ഏറ്റവും നമുക്ക് എന്നും മറക്കാൻ പറ്റില്ല കുറേ മെമ്മറീസ്. അതേപോലെ തന്നെ എൻ്റെ ഷോപ്പിംഗ് ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. ഇവിടുത്തെ എൻ്റെ മാത്രമായിരിക്കുക അല്ലേ? അതെ, അങ്ങനെ. അപ്പൊ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെയൊക്കെ. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി കുറേ വ്ളോഗ്സ് കൊണ്ട് നമ്മൾ വരുന്നതായിരിക്കും അല്ലേടാ? പിന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്. ഗുരുവായൂരിന്ന് കല്യാണത്തിന് പോയിട്ട് കുറേ അമ്മമാർ വന്നിട്ട് അനുഭവിച്ചു. അവര് നമ്മളെ ബ്ലെസ് ചെയ്യുമ്പോണ്ടല്ലോ, അവര് കണ്ണ് നിറഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് നല്ല സങ്കടം വരും, ഭയങ്കര സന്തോഷവും സങ്കടം എല്ലാം കൂടെ വരും. ജസ്റ്റ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണ് അവർക്ക് നമ്മുടെ അത്രയും സ്നേഹം വരുന്നത്. എനിക്ക് അവരെ അറിയ പോലും ഇല്ല, പക്ഷെ അവര് വീഡിയോ കണ്ടിട്ടാണ് നമ്മളെ അറിയുന്നതും നമ്മളെ പറ്റി മനസ്സിലാക്കുന്നതും. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെയൊക്കെ. അപ്പോൾ കുറെ എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷെ എനിക്ക് ഡസ്റ്റ് അലർജി ഞാൻ പറഞ്ഞില്ല, ഇതുവരെ മാറിയിട്ടില്ല. അതിൻ്റെ ഒരു ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.